പിയും കോൺഗ്രസും CPM ഒക്കെ പല ഘട്ടത്തിലെടുത്ത നിലപാടുകളും ഈ തെരഞ്ഞെടുപ്പിൽ BJP CPM LDF തമ്മിലാണ് മത്സരമെന്ന ഇടതുമുന്നണി കൺവീനറുടെ പ്രസ്താവനയും അതിനുശേഷം ആ ദിവസം ഇടതുമുന്നണി കൺവീനർ നടത്തിയ പ്രസ്താവനയും ഇതൊക്കെ അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയും രാഹുൽ ഗാന്ധിക്കെതിരായ മുഖ്യമന്ത്രിയുടെ കടന്നാക്രമണവും ഇതൊക്കെ വ്യക്തമാക്കുന്നത് നോക്കൂ പ്രിയപ്പെട്ട സഖാവെ, നമുക്ക് BJP സ്ഥാനാർത്ഥി അന്യനല്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കാനാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കോൺഗ്രസ് ആണ് തോൽക്കേണ്ടത് മഞ്ജുഷേ. കാരണം കേരളത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കേരളത്തിലെ BJP ആഗ്രഹിക്കുന്നത് കോൺഗ്രസ്. അത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം ഉയർന്നു വന്ന കാര്യമാണ്. അത് പ്രചാരണ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യവുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ വിലയിരുത്തൽ ഇത്തരത്തിലുള്ള ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് എന്നാണ്. അത് എത്രമാത്രം സത്യമാണ് എന്നതാണ് ചർച്ച ചെയ്യുന്നത്. ശ്രീജിത്ത് പണിക്കർ, അസാധാരണമായി എന്തെങ്കിലും കാര്യങ്ങൾ കെ മുരളീധരന്റെ വാക്കുകളിൽ താങ്കൾ കാണുന്നുണ്ടോ? എന്തെങ്കിലും ഭയം അദ്ദേഹത്തിൽ ഉണ്ട് എന്ന്? നോക്കൂ, തൃശ്ശൂരിലെ ഫലം പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് ആർക്കും സാധിക്കുന്നില്ല എന്നതുപോലെ തന്നെ ശ്രീ മുരളീധരനും അത് സാധിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ആ ഫലം അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വിജയത്തിൽ കലാശിച്ചിട്ടില്ല എങ്കിൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ, അതായത് തെരഞ്ഞെടുപ്പിലേക്ക് ആൾക്കാർ പോകുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞിരുന്ന പല കാര്യങ്ങളെയും സാധൂകരിക്കുക, ന്യായീകരിക്കുക തുടങ്ങിയ ഒരു ഉത്തരവാദിത്തം കൂടി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം എന്ന നിലയ്ക്ക് അദ്ദേഹം ആ രീതിയിലത്തേക്ക് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഞാൻ പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം, തെരഞ്ഞെടുപ്പിന്റെ പല ഘട്ടങ്ങളിൽ ശ്രീ മുരളീധരൻ പറഞ്ഞിരുന്ന പ്രസ്താവനകൾ മാത്രം നോക്കിയാൽ മതി. ഒന്നാമത് അദ്ദേഹം പറയുന്നത് ഇത് സുരേഷ് ഗോപിയും താനും തമ്മിലുള്ള മത്സരമല്ല, നേരെ മറിച്ച് CPIയും കോൺഗ്രസും തമ്മിലുള്ള മത്സരമാണ് എന്ന് പ്രചരണത്തിന്റെ ആദ്യ ഘട്ടത്തിൽ പറഞ്ഞയാളാണ് ശ്രീ മുരളീധരൻ. അപ്പോൾ ആ സമയത്ത് BJP ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. അവസാനം തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമാകുന്ന സമയമായപ്പോഴേക്കും അദ്ദേഹം CPIയെ ചിത്രത്തിൽ നിന്ന് മാറ്റിയതിനു ശേഷം ഇത് താനും സുരേഷ് ഗോപിയും നേരിട്ടുള്ള പോരാട്ടമാണ്, അല്ലെങ്കിൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള മത്സരമാണ് എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം പറഞ്ഞു. എന്ന് വെച്ചാൽ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് സുരേഷ് ഗോപിക്ക് ഒരു പക്ഷേ അനുകൂലമായിട്ട് വരുന്നുണ്ട് എന്ന രീതിയിൽ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് അതിന്റെ കാര്യം. സംഘാടന മികവുള്ള ഒരു ഗ്രൂപ്പിന്റെ കയ്യിലാണ് തൃശ്ശൂർ പൂരത്തിന്റെ സംഘാടനം. 1000 സംഘാടകരുണ്ടെങ്കിൽ 500 പേർക്കും രാഷ്ട്രീയമുണ്ട്. ബാക്കി 500 പേരിലെ വ്യത്യസ്ത അനുഭാവികളുണ്ട്. അതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പിനെ വിഷയമാക്കാമെന്ന് കരുതി ശ്രീ സുരേഷ് ഗോപി ഇടപെട്ടു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഒരു വിഷയമായി വന്ന സമയത്താണ് ഈ കെ മുരളീധരൻ ട്രാക്ക് മാറ്റിയത്. അതുവരെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് LDFും UDFും തമ്മിലുള്ള മത്സരമായിരുന്നു എന്നാണ്. പക്ഷേ അത് വന്നതോടുകൂടി അദ്ദേഹം ട്രാക്ക് മാറ്റി, സുരേഷ് ഗോപിയും ഞാനും തമ്മിലുള്ള മത്സരം എന്നാക്കി മാറ്റി. അപ്പോൾ ആ ഒരു ഫേവർ കിട്ടുന്നത് സുരേഷ് ഗോപിക്കാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അവിടെ അദ്ദേഹം LDFന്റെ വോട്ടുകൾ ആഗ്രഹിച്ചു, ഇല്ലേ? അല്ലല്ല, അതായത് ഞാൻ പറയാം, അതായത് സ്ഥാനാർത്ഥികൾ പറയുന്നത് ഓരോ നിമിഷം ഓരോ സമയത്തും പറയുന്നത് അവർക്ക് കിട്ടുന്ന മത്സരിക്കുന്നവർക്ക് അറിയാതെ, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയവർക്കറിയാം. അത് ഓരോ നിയോജക മണ്ഡലത്തിലും പെട്ടെന്ന് മാറ്റം സംഭവിക്കും. ഇവിടെ TN പ്രതാപന്റെ പരസ്യമായിട്ടുള്ള പ്രസ്താവനയും ശ്രദ്ധേയമാണ്. അദ്ദേഹവും കെ മുരളീധരൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഒരു വേള അദ്ദേഹത്തിനെതിരെയും ഈ ആരോപണത്തിന്റെ ശരങ്ങൾ വന്നെത്തുമോ എന്നുള്ള സംശയവും ഉണ്ടല്ലോ. അദ്ദേഹത്തിന് തന്നെ സ്വാഭാവികമായും അത് കാണാം. കാരണം മത്സരിക്കാത്ത ഒരു ആളാണ് അദ്ദേഹം, മാത്രമാണ് മാറി നിൽക്കേണ്ടി വന്നത് ഈ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MP ആയിട്ടും. അപ്പോൾ അത് കാരണം പ്രവർത്തനത്തിന് ഇറങ്ങിയില്ലല്ലോ, അല്ലെങ്കിൽ സജീവമായില്ലല്ലോ എന്നുള്ള ആരോപണം വരും എന്നുള്ള തിരിച്ചറിവിൽ അദ്ദേഹം പറഞ്ഞതാണോ ഈ ക്രോസ് വോട്ടിങ്ങിന്റെ കാര്യം? ഇതേ മണ്ഡലങ്ങളിൽ തന്നെ, ഇതേ നിയോജക മണ്ഡലങ്ങളിൽ തന്നെ ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് അത് ഇടത് വോട്ടുകളാണ് ചോർന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. ശ്രീ TN പ്രതാപനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ആത്മാർത്ഥത കാണിക്കാൻ വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലെല്ലാം തന്നെ പല കാര്യങ്ങളും ചെയ്തത് നമുക്കറിയാം. നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു തെരഞ്ഞെടുപ്പിലെ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയൊക്കെ സ്വീകരിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെയുള്ള ഇൻകംബന്റ് MP അദ്ദേഹത്തിന്റെ മുഖം ഒപ്പിക്കൊടുക്കുന്നു, അദ്ദേഹത്തിന് ചുംബനം കൊണ്ട് അദ്ദേഹത്തിനെ മൂടുന്നു, അദ്ദേഹത്തിന്റെ താടിയും മുടിയും എല്ലാം തന്നെ കറക്റ്റ് ആണോ നോക്കുന്നു, അവിടെ താടിക്കെല്ലാം ഒപ്പിക്കൊടുക്കുന്നു. ആ രീതിയിലത്തേക്കൊക്കെ തന്നെ താൻ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ഇവിടെ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് എന്നൊക്കെയുള്ള ഒരു ധാരണ ഉണ്ടാക്കിയ ആളാണ് ശ്രീ TN പ്രതാപൻ. അപ്പൊ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ശ്രീ TN പ്രതാപനാണെങ്കിലും ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുന്ന ഒരു മണ്ഡലം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് അവിടെ ഉണ്ടായിട്ടില്ലേ എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാകും. അത് പ്രവർത്തകരുടെ ഇടയിൽ ഉണ്ടാകും. KPCCയുടെ പിന്നീട് ഒരു നിർവാഹക സമിതി കൂടുന്ന സമയത്ത് അവിടെയും അത് ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്യുന്ന സമയത്ത് ശ്രീ TN പ്രതാപന് മേൽ യാതൊരു വിധത്തിലുള്ള ആരോപണങ്ങളും ഉണ്ടാകാതെ കളങ്കരഹിതനായിട്ട് അദ്ദേഹത്തിന് നിൽക്കണമെന്നുള്ള താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടാവില്ലേ? അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും?
വളരെ കൂടുതൽ നമ്മളെ ഇങ്ങനെ കാണിക്കുന്ന രീതിയിലത്തേക്ക് ഇൻ യുവർ ഫേസ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്നത് കണ്ടു. വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരാൾ ഈ രീതിയിലത്തേക്ക് പെരുമാറുന്നത് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു മുഴം നീട്ടി എറിയുകയാണ്, മുമ്പേ എറിയുകയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നാളെയുള്ള ഫലം എന്ന് പറയുന്നത് ഫലം അൺപ്രഡിക്റ്റബിൾ ആണെന്നറിയാം. നാളെ അഥവാ ഈ ഫലം നമുക്ക് എതിരാണ് എങ്കിൽ അന്ന് ഉപയോഗിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. ഇനി അന്ന് കോൺഗ്രസ് തന്നെ ജയിച്ചു വരുന്നു എന്ന് കരുതുക, ഇവരെന്തായിരിക്കും പറയുക? നോക്കൂ, അത്ര ശക്തമായിട്ടുള്ള ഒരു കാര്യം നടന്നതിന് ശേഷവും അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് നാട്ടുകാർ എനിക്കൊപ്പം നിന്നു, ഇതാണ് ഞാൻ അന്ന് പറഞ്ഞത് എന്നവർക്ക് പറയാം. അതല്ല എങ്കിൽ ഇതിനെ ഒരു പൊളിറ്റിക്കൽ വിജയമായിട്ട് പറയാതിരിക്കുന്നതിന് വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ നല്ല സിനിമാ നടൻ, വ്യക്തിപരമായിട്ട് നല്ല മനുഷ്യൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആൾക്കാർ വോട്ട് ചെയ്തു എന്നാണ്. ഞാൻ പറയട്ടെ, തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടങ്ങളിൽ ഈ 3 സ്ഥാനാർത്ഥിമാരും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിപരമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളോ അവരുടെ സിനിമാ പ്രവർത്തനമോ ജീവകാരുണ്യ പ്രവർത്തനമോ എന്തെങ്കിലുമാണോ വിഷയമാക്കിയത്? ഈ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് പൊളിറ്റിക്സ് തന്നെയാണ്.